ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കൗണ്ടി കെറിയിലുള്ള ഡിങ്കിൾ ഫെറിയിൽ നിന്നാണ്. ഈ ഫെറിയോട് വളരെ ചേർന്നിട്ടാണ് അയർലൻഡിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അക്വേറിയം ഉള്ളത്. അപ്പം ഇന്ന് നമ്മൾ അക്വേറിയത്തിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Think I'll be the bartender. I got a fifth of Patron and a blender. Baby, slipping on a swimsuit is overrated. We don't need a beach to get a half naked. Life's too short, let's not waste it. 'Cause paradise is wherever we make it. അപ്പോൾ നിങ്ങളുടെ കരിയർ ട്രിപ്പിൽ ഓഷൻ വേൾഡ് അക്വേറിയം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് വാങ്ങിയിട്ട് വരാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബിസി ആയിട്ടുള്ള ടൈം ആണെങ്കിൽ ഇവിടെ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. ബട്ട് നിങ്ങൾ ലക്കി ആണെന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങളുടെ ടിക്കറ്റ് റേറ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫീഡിങ് ടൈം ടേബിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്പീഷീസിനെ ഏത് ടൈമിലാണ് അവിടെ ഫീഡ് ചെയ്യുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടൈം സ്ലോട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഫീഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല നിങ്ങൾ റാൻഡമായിട്ടൊരു ഡേറ്റ് ടൈം ഫിക്സ് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് പർട്ടിക്കുലർലി നിങ്ങൾക്ക് ഫീഡിങ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഫീഡിങ് ടൈം ടേബിൾ ചൂസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഡിങ്കിളിലെ ഓഷൻ വേൾഡ് അക്വേറിയം എന്ന് പറയുന്നത് അയർലൻഡിലെ ലാർജസ്റ്റ് അക്വേറിയം ആണ്. അപ്പോൾ അത് അയർലൻഡിൽ തന്നെ കൗണ്ടി ആയിട്ടുള്ള കെറിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കെറിയിലേക്ക് ഡബ്ലിനിൽ നിന്ന് ഏകദേശം ഒരു 3 to 4 hours ഒക്കെ ട്രാവൽ ഉണ്ട്. അപ്പോൾ നിയർ ബൈ കെറി ഉള്ള ആളുകൾക്കാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷാർക്സിനെ ഫേസ് ടു ഫേസ് കാണാമെന്നുള്ളതാണ്. അതാണ് നമ്മളെ മെയിനായിട്ട് ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളൊരു വിസിറ്റ് ചെയ്യാൻ തന്നെയുള്ള നമ്മുടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഷാർക്സിനെ ഫേസ് ടു ഫേസ് കാണാമെന്നുള്ളതാണ്. ഒരു ടാങ്ക് നിറയെ പിരാനകളെ കണ്ട് കുറേ നേരം അവിടെ നിന്നു. പിരാനകളുടെ മൂവ്മെൻറ്റ്സും അതിൻ്റെ ഒപ്പം തന്നെ പിരാനകളെ പറ്റിയുള്ള ഫാക്ട്സും മിസ്സും ഒക്കെ എഴുതിയേക്കുന്ന ഒരു ബോർഡും വായിച്ചു. കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള തോന്നി. അറിയില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് അതിലെഴുതിയിട്ടുണ്ടായിരുന്നു, ബോർഡിലുണ്ടായിരുന്നു. അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റി. ആംബിയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ആളുകളുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയതുകൊണ്ടുള്ള നോയ്സൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവർ ആംബിയൻസ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ്സും അതുപോലെ തന്നെ ഓഡിയോയും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ നമ്മളൊരു അണ്ടർ വാട്ടർ ഫീല് നമുക്ക് അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ചില സെക്ഷനിലൊക്കെ ഉള്ള ടാങ്കുകളിലൊക്കെ ഉള്ളിൽ അവർ വെച്ചിട്ടുള്ള പഴയ വളരെ ഓൾഡായിട്ടുള്ള കല്ലുകൾ കൊണ്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ അക്വേറിയത്തിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഷാർക്സാണ്. 2 ഷാർക്സിനെ അവർ ഒരു വലിയൊരു ടാങ്കിലിട്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ഹെവി ടാങ്കാണ്. അപ്പോൾ ആ ടാങ്കിൽ നമ്മൾ ജുവാസ് മൂവിയിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു ഹെവി ടാങ്ക്. അപ്പോൾ ആ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ 2 ഷാർക്സും പോയിട്ട് കറങ്ങി നമ്മുടെ തൊട്ടടുത്ത് കൂടെ വന്ന് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ വന്ന് നമ്മുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് അങ്ങ് തിരിഞ്ഞു പോകും. അത് ഒറ്റയ്ക്ക് വരും, 2 ഒരുമിച്ച് വരും. അങ്ങനെ കുറേ നേരം ഷാർക്സിൻ്റെ അണ്ടർ ബെല്ലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഫേസ് ഷൂട്ട് ചെയ്യാൻ പറ്റി. നല്ല നല്ല നല്ല
ഫുട്ടേജ് എനിക്ക് എടുക്കാൻ പറ്റി ഷാർക്സിൻ്റെ. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനിതെല്ലാം പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളും ഇത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നത് ഈ ഷാർക്സിനെ ഫേസ് ടു ഫേസ് കാണുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ജെല്ലി ഫിഷുകളെ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഒരു രീതിയാണ്. ജെല്ലി ഫിഷുകളെ അവർ ഗ്ലാസ് ടാങ്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ടോപ്പിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ നല്ല ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ്സ് കൊടുത്തിട്ട് ആ ജെല്ലി ഫിഷിൻ്റെ ഒരു സെമി ഓപ്പേക്ക് ബോഡിനെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കുറച്ച് നേരം വാച്ച് ചെയ്ത് നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ജെല്ലി ഫിഷിനെ ഡയറക്റ്റ്ലി കാണുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ ഒരു ഹൈ HD 4K വീഡിയോകളൊക്കെ യൂട്യൂബിലൊക്കെ പ്ലേ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ജെല്ലി ഫിഷിനെ ഡയറക്റ്റായിട്ട് കാണുന്ന ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ജെല്ലി ഫിഷിൻ്റെ പല വെറൈറ്റീസും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു വെറൈറ്റിയുടെ അടുത്ത് തന്നെ ഞാൻ ഒരുപാട് നേരം നിന്ന് വീഡിയോ എടുത്തിരുന്നു.
ഞങ്ങളിങ്ങനെ ഉള്ളിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന ആളുകൾ വന്നിട്ട് പറഞ്ഞു പെൻഗിൻസിനെ ഫീഡ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പെൻഗിൻസിനെ ഫീഡ് ചെയ്യുന്നത് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ പെൻഗിൻസിനെ ഫീഡ് ചെയ്യുന്ന സെക്ഷനിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ ആ പെൻഗിൻ പർട്ടിക്കുലർ സ്പീഷീസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും എന്തുകൊണ്ടാണ് അതിൻ്റെ ഫേസ് അങ്ങനെ ഇരിക്കുന്നതെന്നും എന്താണ് അവരെങ്ങനെയാണ് അങ്ങനെ മെയിലിനെ ഫീമെയിലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിനെ ഫീഡ് കൊടുക്കുന്നതെന്നും എത്ര നമ്പർ ഓഫ് ഫീഡ്സ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു പ്രസൻറ്റേഷനൊക്കെ. അപ്പോൾ അത് ഇംഗ്ലീഷിലാണ്, ഞാനത് എൻ്റെ അത് വോയിസ് എഡിറ്റ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. A massive upwelling of hot water just off the west coast of South America, bringing a huge amount of phyto and zooplankton to the surface, making it one of Earth's marine hotspots for life. It's literally an aquatic banquet. So these guys, as you can see, are very hungry little animals. So right now they're getting fed some herring, and as you can see, our keeper is giving them some of them directly, some of them will actually be thrown right into the pool. So this is to look after their enrichment, which is looking after an animal's mental health and is just as important as their physical health. So by doing these pool feeds, these guys get to hunt for the fish as if they would in the wild, as well as kind of compete with each other, which is very, very good for that mental acuity. So these guys each have little bands on their arms, right side for the lads, left side for the ladies, and this is to make sure that we know everyone is getting a baseline level of food, as well as any special measure of attention if needs be. So all the names and colours are on the wall just over there by the stairs, and you might be able to notice that they're all actually named after different types of cheese. So we have Babybel, we've got Gouda, we have Emmental, and of course we have Gary. Gary is apparently a type of vegan cheese, which I only found out the last day. So these guys are very, very personable, as you can tell, and they each have their own little personalities and things that they like and they dislike. So these guys, as you can tell, are also very, very good hunters. So their beaks are very much like a scissors, very, very sharp. So when they hunt, they can get up to 25 kilometers an hour in the water. They hunt just like a torpedo. So they'll go full force into a fish and try and whack it. And even if they don't get it on the first try, it'll be stunned enough that on the way back, they can get a nice, easy, free meal. So we actually have 3 little young penguins in here. They're only about maybe a year or 2. So the way to tell them apart is actually because of their plumage. So the adults are very much black and white, look like they're wearing like suits, very fancy. Whereas the babies are a little bit more grey and in between. So the adults especially have a black band going from one leg up to their throat, back down to the other. And that's kind of the adult plumage, and will only come in after. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഒരു സെക്ഷൻ കൂടിയുണ്ട്. അവിടെ ബട്ടർഫ്ലൈസിനെ ഫീഡ് ചെയ്യുകയും ബട്ടർഫ്ലൈസിനെ വളർത്തുകയും ചെയ്യുന്ന ഒരു ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ബട്ടർഫ്ലൈസിനെ വളർത്തുന്ന ഒരു സെക്ഷൻ കൂടി ഈ വീഡിയോയിലുണ്ട്. അത് ഞാൻ കമ്പൈൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കുറവായിരുന്നുകൊണ്ട് എനിക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ബട്ട് അങ്ങനെ ഒരു സെക്ഷൻ കൂടി ഇതിനകത്ത് ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിലുണ്ട്. അതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അവർ ക്രിയേറ്റ് ചെയ്തേക്കാണ്, ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ അവിടെ നിന്നൊരു മൊമെൻറ്റോസ് മേടിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ കോയിൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു €3 നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു ഗോൾഡൻ കോയിൻ പെൻഗിൻ്റെ ഒക്കെ പിക്ചറുള്ള ഒരു ഗോൾഡൻ കോയിൻ മേടിക്കാൻ പറ്റും. അത് നമുക്ക് ഒരു കാർഡ് സ്വൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഫേസുള്ള കോയിൻ സെലക്ട് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് ഡിസ്പെൻസ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റോ മേടിക്കാൻ പറ്റും. ഞങ്ങൾ ഒരെണ്ണം വാങ്ങി എൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പിന്നെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും മറ്റ് മൊമെൻറ്റോസ്, അതായത് ചെറിയ ഡോൾസും അതുപോലെ തന്നെ അക്വേറിയത്തിൻ്റെ ലോഗോസൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന മാഗ്നറ്റിക് ടൈപ്പ് മൊമെൻറ്റോസൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് പിന്നെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കാഫറ്റീരിയ ഉണ്ട്. കാഫറ്റീരിയ നിങ്ങൾ കോഫിയോ അല്ലെങ്കിൽ സ്നാക്സോ ഒക്കെ വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എക്സിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇത്രയാണ് മെയിനായിട്ട് ഈ അക്വേറിയത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ. ബട്ട് ഡെഫിനറ്റ്ലി ഓർത്തായിട്ടുള്ളൊരു ലൊക്കേഷനാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയ്ക്ക് എന്തായാലും ഒരു മുതലുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം. സോ നിങ്ങളും വളരെ ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വെനവർ നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ കെറി ട്രാവൽ ചെയ്യുവാണെങ്കിൽ, ബിക്കോസ് കെറി ട്രാവൽ ഇറ്റ് സെൽഫ് ഇറ്റ്സ് എ ലോങ് ഡ്രൈവ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കൺസിഡർ ദിസ് ലൊക്കേഷൻ. നിങ്ങളെ എന്താ എൻജോയ് ചെയ്യും, നിങ്ങൾക്ക് കിഡ്സ് ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ബൈ.